ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുതിയൊരു ലോഞ്ച് യെസ്റ്റർഡേ നടന്നായിരുന്നു. 1650 സൂപ്പർ കാർഡ്സ്, എൻവിഡിയയുടെ സൂപ്പർ കാർഡ്സ് ആയിരുന്നു ഇന്നലെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ കാർഡിന്റെ ഡീറ്റെയിൽസിനെയും അത് എന്തുകൊണ്ട് നിങ്ങൾ ഗെയിമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചൂസ് ചെയ്യണം എന്നുള്ളതിന്റെ റീസൺസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ്, സെക്കൻഡ് എപ്പിസോഡിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഏത് ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ് ഈ ഒരു വീഡിയോയും OnePlus 7 Pro വെച്ചിട്ട് തന്നെയാണ്. അപ്പം ബിഗ് താങ്ക്സ് ടു ബ്ലെസൻ വി സൈമൺ. അപ്പോ ഒബ്വിയസ്ലി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ഗെയിമേഴ്സിന് വേണ്ടിയും കുറച്ച് ഇപ്പം നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ഗെയിമിംഗ് സിസ്റ്റം ഒരെണ്ണം ബിൽഡ് ചെയ്യാൻ ബഡ്ജറ്റ് റേഞ്ചിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സോ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിരിക്കുക. നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യുക. സോ without wasting much time, this is Prashant Davi and you're watching Geekbox TV. ഹേ ഗൈസ്, അപ്പോൾ നമുക്ക് കാർഡ് ആദ്യം പരിചയപ്പെടാം. നമുക്ക് സൊഡാക്കിന്റെയും ആസൂസ്, MSI അങ്ങനെ ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ട് 1650 സൂപ്പർ കാർഡ്സിൽ. നമുക്ക് ആക്ച്വലി ഇപ്പം കിട്ടിയിരിക്കുന്നത്, ലോഞ്ച് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് സൊഡാക്കിന്റെ 1650 സൂപ്പർ കാർഡാണ്. അപ്പം നമ്മുടെ ബാക്കിലുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പം ഇതാണ് നമ്മുടെ കാർഡ് 1650 സൂപ്പർ കാർഡ്. അപ്പോൾ ഇതിന്റെ വീഡിയോ ആയിട്ട് ലൈക്ക് ഇതിന്റെ അൺബോക്സിംഗ് ഒന്നും ഉണ്ടാവില്ലെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ബീറോൾ പോലത്തെ ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് എന്തുകൊണ്ട് ചൂസ് ചെയ്യണം? ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 1060 ഉണ്ട്, 1650 ഉണ്ട്. അപ്പോൾ പല പല കാർഡ്സ് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പുതുതായിട്ട് നിങ്ങൾ ഒരു ഗെയിമിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫോക്കസ് നിങ്ങൾ എപ്പോഴും നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ബേസിക്കലി ഇതിന്റെ ടെക്നിക്കാലിറ്റീനെ കാർഡിലും കൂടുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇതിന്റെ എന്താണ്, ഇതിന്റെ ഓവർ അഡ്വാൻറ്റേജ് എന്താണ്. ആ അഡ്വാൻറ്റേജിനെ പറ്റി പറയുന്നതിന് മുമ്പ് അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് കുറച്ച് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ടെക്നിക്കാലിറ്റി ഒക്കെ അറിയണമെന്നുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി പറയുകയാണ്. ഇതിന് 1280 ക്യൂഡ കോഴ്സ് ആണ് ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൽ എൻവിഡിയക്കാര് പുഷ് ചെയ്യുന്നത്. 1530 ആണ് ഇതിന്റെ ബേസ് ക്ലോക്ക്. അതിന്റെ ടർബോ എന്ന് പറയുന്നത് 1725 ടർബോ ക്ലോക്കും ഉണ്ട്. നമുക്ക് ഒരു പരിധി വരെ മെമ്മറി ക്ലോക്കും കോ സ്പീഡും ഓവർക്ലോക്ക് ചെയ്യാം. OC എഡിഷൻസും അല്ലെങ്കിൽ ഇപ്പോൾ സൊഡാക്കിന്റെ കാർഡ്സ് ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആംബ് എഡിഷൻ എന്ന് പറഞ്ഞ് അതിൽ പ്രത്യേകം മെൻഷിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് മിനി കാർഡ്സ് എടുക്കാതിരിക്കുക. നിങ്ങൾ മിനി കാർഡ്സിന് വില കുറവാണ്. മിനി കാർഡ്സ് ബേസിക്കലി നിങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ആംബ് എഡിഷൻസ്, OC എഡിഷൻസ്, പിന്നെ ഗെയിമിംഗ് എക്സ് മോഡൽസ്, വെൻഡസ് OC, അങ്ങനെ പല പല വേരിയേഷൻസ് ഓരോ ഗ്രാഫിക്സ് കാർഡ് മാനുഫാക്ചേഴ്സിലും ഉണ്ട്. അങ്ങനത്തെ കാർഡ്സ് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പം ഇതില് നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, അതായത് പഴയ ഒരു കാർഡ്സ്, അതായത് 1060 എന്ന് പറയുന്ന ഒരു മോഡൽ 1060 6GB കാർഡ്സ് ആണ്. അതിനെക്കാട്ടിലും എന്തുകൊണ്ട് നിങ്ങൾക്ക് 1650 സൂപ്പർ കാർഡ്സിന്റെ പെർഫോമൻസ് കിട്ടും എന്ന് പറഞ്ഞാൽ ഇത് GDDR6 ആണ് പവർ ചെയ്യുന്നത്. മെമ്മറി ബാൻഡ്വിഡ്ത്ത് ഈസ് വെരി ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ മറ്റേ പഴയ കാർഡ്സിന് 8GB/s ട്രാൻസ്ഫർ റേറ്റ് ആണെങ്കിൽ, ബിറ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് അതിന് 12GB/s ആണ്. അപ്പൊ അത്രയും സ്പീഡായിട്ട് നിങ്ങൾക്ക് ടെക്സ്ചർ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടെ നിങ്ങൾക്ക് FPS ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള FPS കിട്ടും. അപ്പോൾ ഞാനിപ്പോ ഇതെങ്ങനെയാണ്, ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് പെർഫോമൻസ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ 2 ഗെയിംസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 17 ഗെയിംസിന്റെ ഒരു ആവറേജ് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് അനുസരിച്ചിട്ട്, അതായത് 17 ഗെയിംസ് എന്ന് പറയുമ്പോൾ ഹൈ ക്വാളിറ്റി ഗെയിംസ് ആണ്. ഫുൾ HD 1080p കളിച്ചിരിക്കുന്നത്. ഹൈ അൾട്രാ സെറ്റിംഗ്സിലാണ് അത് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഗെയിംസിൽ 1060 6GB കാർഡ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ മിനിമം FPS നിങ്ങൾക്ക് ഒരു 59 കിട്ടും. മാക്സിമം ഒരു ആവറേജ് FPS വന്നിട്ട് 71 ആണ്. 1060 6GB കാര്യം ഞാൻ പറയണേ. അപ്പോൾ 1650 വരുമ്പോൾ അതിനെക്കാട്ടിലും ഒരു അല്പം മുകളിലാണ്. പക്ഷെ സ്റ്റിൽ 1060 1650 സൂപ്പറിന് എങ്ങനെയാണ് അതിന് ഡിഫറൻസ് വരുന്നത് എന്ന് പറഞ്ഞുതരാം. ഇതിന്റെ മിനിമം FPS 59 തന്നെയാണ്. അതായത് സെയിം ക്ലോക്ക് സ്പീഡ് FPS തന്നെയാണ് ഇതിന് രണ്ടിനും. എന്നാൽ അതിന്റെ ആവറേജ് FPS എടുക്കുമ്പോൾ 71 എന്നുള്ളത് 73 ആണ്. 2 FPS കൂടുതൽ കിട്ടും 1650 സൂപ്പർ കാർഡിന്.
ഞാനിപ്പോൾ കമ്പയർ ചെയ്യുന്നത് എൻവിഡിയുടെ കാർഡ് വെച്ചിട്ടാണ്. അപ്പം കുറച്ച് ആൾക്കാർ നമ്മുടെ ചോദിക്കുന്നുണ്ട് RX 570 കൊള്ളില്ലേ, RX-ന്റെ കാർഡ്സ് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്തത്? അപ്പം RX-ന്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞുതരാം. RX 580 570 ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം കുറച്ച് കുറവാണ്. എന്നാലും 570 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 570ക്ക് 51 ആണ് മിനിമം FPS, മാക്സിമം പോയി കഴിഞ്ഞാൽ 62 ആണ്. അപ്പം ഇതിന്റെ തൊട്ട് മോഡൽ RX 570 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് RX 580 8GB ആണ്. RX 580 8GB കാട്ടിലും 2 FPS ഡ്രോപ്പേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് 1650 സൂപ്പർ കാർഡ് എടുക്കുമ്പോൾ. കാരണം അതിന് 61 ഇതിന് 59 ആണ് മിനിമം FPS. മാക്സിമം വന്നിട്ട് ആവറേജ് FPS വന്നിട്ട് 580 RX 580 8GBക്ക് 74 1650 സൂപ്പറിന് 73 ആണ്. പിന്നെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 13,780 രൂപയ്ക്ക് നിങ്ങൾക്ക് 1650 സൂപ്പർ കാർഡ് കിട്ടും. അപ്പോൾ ഇതിന് 5 വർഷമാണ് വാറണ്ടി. എസ്പെഷ്യലി സൊഡാക്കിന്റെ കാർഡ്സ് എക്സ്റ്റൻഡഡ് വാറണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് ക്ലെയിം ചെയ്യേണ്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എനിവേ ഇതിന്റെ കൂടെ വേൾഡ് ഓഫ് വാർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഗെയിമിന്റെ എക്സ്ക്ലൂസീവ് കോഡും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിൽഡർ ഗെയിം സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു വിത്ത് എ ലിമിറ്റഡ് ബഡ്ജറ്റ്, യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ 1650 സൂപ്പർ കാർഡ്. അപ്പോൾ ഗൈസ് ഇതിൽ FPS എങ്ങനെ കിട്ടിയെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാർ ഇപ്പോൾ ഡുവൽ കോറും i3 ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെ i5 ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവര് ഈ FPS ഈ പറഞ്ഞിരിക്കുന്ന FPS നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് Ryzen 5 3600 വെച്ചിട്ടാണ് ഇതിന്റെ ബെഞ്ച് മാർക്ക് നടത്തിയിരിക്കുന്നത്. Ryzen 5 3600 വിത്ത് 16GB ഓഫ് റാം. അപ്പം ഇതിൽ B40യുടെ ഒരു മദർ ബോർഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, Procarbon AC എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹയർ എൻഡ് ആയിട്ടുള്ള പ്രൊസസ്സേഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1660 പോകാം. അങ്ങനത്തെ ഒരു സൂപ്പർ കാർഡ്സ് നോക്കുന്ന അല്ലെങ്കിൽ RTX 2060 പോലത്തെ കാർഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബഡ്ജറ്റ് റേഞ്ച് ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു സെഗ്മെന്റ് ബഡ്ജറ്റ് കാറ്റഗറിയാണ്. 1650 സൂപ്പർ, 1650 RX 570 ഇതെല്ലാം ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് കാറ്റഗറിയിൽ നിങ്ങളൊരു 50-ന് താഴെ 45-50 രൂപയ്ക്കാണ് നിങ്ങൾ സിസ്റ്റം ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണുടച്ച് പോകാൻ പറ്റുന്ന ഒരു മോഡലാണ് 1650 സൂപ്പർ കാർഡ്. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. ആക്ച്വലി ഞാൻ ടീഷർട്ട് ഇരിക്കുന്നത് നേരത്തെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതിന്റെ തന്നെ ടീഷർട്ട് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാർഡിന്റെ ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ധാരണ എല്ലാം മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ പാർട്സ് അല്ലെങ്കിൽ സിസ്റ്റം ബിൽഡേഴ്സിന് അറിയണമെന്നില്ല. ഇപ്പോൾ ലോഞ്ച് ആയതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ നോളജ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഗിഗ് ബോസിൽ വിളിക്കുക. പ്രൈസ് ഈസ് ഓൺലി 13,789. ആ ഒരു റേഞ്ചേ ഉള്ളൂ പ്രൈസിന്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ്. വേൾഡ് ഓഫ് വാർഷിപ്പിന്റെ ഒരു ഗെയിം കോഡും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം നിങ്ങൾക്ക് ആ ഒരു കാർഡ് നോക്കാൻ പറ്റുമെങ്കിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അറ്റ് ഗിഗ് ബോസ് ടെക്സ്റ്റോ. സോ മറ്റൊരു എപ്പിസോഡിലേക്ക് കാണുമ്പോഴേക്കും ദിസ് ഈസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.